പ്രശ്നങ്ങൾ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ നിർദ്ദേശം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ജൂലൈ 25-നകം അപേക്ഷകർക്ക് റിപ്പോർട്ട് നൽകണം. വിലക്കപ്പെട്ട ഒഴികെ മറ്റൊന്നും മറച്ചുവെക്കരുതെന്നും വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാനത്ത് പനി പടർന്നു പിടിക്കുന്നു. ഇന്ന് 3 പനിമരണം. 151 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 42 പേർക്ക് H1N1. 24 മണിക്കൂറിനിടെ പനിക്ക് ചികിത്സ തേടിയത് 11,000-ലധികം പേർ. കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ സർവകലാശാല വിസിക്ക് റിപ്പോർട്ട് നൽകി രജിസ്ട്രാർ. KSU നേതാവ് സാൻ ജോസിനെ ഇടിമുറിയിൽ കൊണ്ടുപോയിട്ടില്ലെന്ന റിപ്പോർട്ട്. കോളേജ് ക്യാമ്പസിൽ ഇടിമുറിയില്ലെന്നും കണ്ടെത്തൽ. ബജറ്റ് അവതരണത്തിനൊരുങ്ങി 3ാം മോദി സർക്കാർ. ഈ മാസം 23-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 12 വരെ. കുഴിയും ചെളിയും നിറഞ്ഞ മലപ്പുറം കടലുണ്ടി പരപ്പനങ്ങാടി റോഡ്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇടപെടുന്നില്ലെന്ന് പരാതി. കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലാണ് ഈ പാതാളക്കുഴിയുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, തൊട്ടപ്പുറത്താണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലം. തൊട്ടിപ്പുറത്ത് 2 പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലമാണ്. അവിടെയാണ് ജനങ്ങൾ ഈ കുഴിയിൽ വീണ് പോകേണ്ട ഗതികേടിലുള്ളത്. കേരള വിഷൻ ന്യൂസ് പരമ്പര തുടരുന്നു. നാവ കുഴിയടക്കാം. കാസർഗോഡ് അരയംകുളത്തെ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠന പ്രതിസന്ധിക്ക് പരിഹാരം. സ്കൂളിലെത്താനുള്ള വിദ്യാവാഹിനി പദ്ധതി പുനഃസ്ഥാപിച്ചു. കേരള വിഷൻ ന്യൂസ് ഇംപാക്ട്. 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ തകർത്ത് സിംബാബ്വെ. ലോക ചാമ്പ്യന്മാരെ മുട്ടുകുത്തിച്ചത് 13 റൺസിന്. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ സിംബാബ്വെ 1-0 മുന്നിൽ. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഉത്തരവ്. മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു.